മഹാതപസ്വിയായിരുന്നു ച്യവന മഹർഷി. തപസ് തുടർച്ചയായി ചെയ്യുന്നതിനാൽ അദ്ദേഹത്തിന് ചുറ്റും ചിതൽപ്പുറ്റുണ്ടായി. എന്നാൽ അത് കാര്യമാക്കാതെ അദ്ദേഹം തപസ് തുടരുകയും ചെയ്തു. ആ സമയം ശര്യാതി മഹാരാജാവിന്റെ പുത്രിയായ സുകന്യ തോഴിമാരോടൊന്നിച്ച് അവിടെ എത്തി. അവിടെ ഒരു ചിതൽപ്പുറ്റ് ശ്രദ്ധയിൽപ്പെടുകയും അതിനുള്ളിൽ മിന്നാമിനുങ്ങ് പോലെ എന്തോ തിളങ്ങുന്നതായും അവൾക്ക് തോന്നി. കൗതുകം തോന്നിയ അവൾ ഒരു ചെറിയ കമ്പെടുത്ത് അതിൽ ശക്തിയായി കുത്തി. അത് മുന്നിയുടെ കണ്ണുകളായിരുന്നു. കണ്ണുകൾ പൊട്ടിയ വേദനയിൽ അദ്ദേഹം കോപിഷ്ഠനായി. സുകന്യ അവിടെ നിന്നും ഓടിപ്പോയി. പേടി തോന്നി ഈ കാര്യം ആരെയും അറിയിച്ചില്ല. എന്നാൽ പിന്നീട് ശര്യാതി മഹാരാജാവിന്റെ രാജ്യത്തും കൊട്ടാരത്തിലും പല അനിഷ്ടങ്ങളും ഉണ്ടാവാൻ തുടങ്ങി. ഇതിനെ തുടർന്ന് കാരണം അന്വേഷിച്ച രാജാവ് കാര്യം മനസ്സിലാക്കി ച്യവന മഹർഷിയെ കണ്ട് മാപ്പ് അപേക്ഷിച്ചു. എന്നാൽ ശര്യാതിയുടെ പുത്രിയെ തനിക്ക് വിവാഹം ചെയ്തു തരാനാണ് മുനി ആവശ്യപ്പെട്ടത്. ഇത് കേട്ട് രാജാവ് അസ്വസ്ഥനായി. എങ്കിലും ഇതറിഞ്ഞ സുകന്യ വിവാഹത്തിന് സമ്മതിച്ചു. അങ്ങനെ രാജകീയ സുഖങ്ങൾ എല്ലാം ത്യജിച്ച് ച്യവന മഹർഷിയെ വിവാഹം ചെയ്ത് സുകന്യ ആശ്രമത്തിലേക്ക് പോയി. അവർ വളരെ സന്തുഷ്ടരായി ജീവിച്ചു. ഒരിക്കൽ ദേവവൈദ്യന്മാരായ അശ്വിനി ദേവന്മാർ ആശ്രമ പരിസരത്തെത്തുകയും സുകന്യയെ കണ്ട് അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരാവുകയും ചെയ്തു.